Hi friends and viewers, I am Dr. Ravikanthana, Rajiri Hospital Senior Consultant and Department General Surgery, Trauma Care, Bariatric Surgery. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുൻപ് വന്നിരിക്കുന്നത് ലേസർ ട്രീറ്റ്മെന്റിന്റെ ആവശ്യകത ഉണ്ടോ പൈൽസ് ഇങ്ങനെ അസുഖങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ കേൾക്കാറുണ്ട് ലേസർ ട്രീറ്റ്മെന്റിന്റെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണയായിട്ട് മലം പോകുന്ന സമയത്ത് മലവിസർജനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് കാണാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് പൈൽസ് ഓർത്ത് നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ ആണോ പേടിച്ചിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കാതെ നിൽക്കാറുണ്ട് ഇല്ലെങ്കിൽ താറാമുട്ടോ അല്ലെങ്കിൽ ഇലക്കറികൾ കഴിച്ചിട്ട് ഇതോടെ തന്നെ നന്നാക്കാൻ നോക്കാറുണ്ട് അപ്പം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മലദ്വാരം കൊണ്ട് ബ്ലഡ് വരാനുള്ളത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പൈൽസ് ആയിരിക്കും പൈൽസ് എന്ന് പറഞ്ഞാൽ ഈ രക്തഓട്ടം ഉള്ള ചൊരനരമ്പുകൾ വീർത്ത് വരുന്നത് മലദ്വാരം എടുത്ത് വീർത്ത് വന്നിട്ട് ചിലപ്പോൾ പൊട്ടി കഴിഞ്ഞാൽ അവിടുന്ന് ബ്ലീഡിംഗ് ഉണ്ടാകാം ഇല്ലെങ്കിൽ മലദ്വാരം എടുത്തോട് തടിപ്പായിട്ട് നിൽക്കാം ചില സമയത്ത് മലബന്ധം കാരണം കൊണ്ട് മലദ്വാരം എടുത്ത് ചെറിയ പൊട്ടലുണ്ടായിട്ട് അത് നമ്മൾ ആനൽ ഫിഷർ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ മലം കൊണ്ട് ബ്ലഡ് വരാം ഇല്ലെങ്കിൽ ഫിസ്റ്റുല ഉണ്ടെങ്കിൽ ആനൽ ഫിസ്റ്റുല ഉണ്ടെങ്കിലും അവിടുന്ന് തൊട്ടടുത്തായിട്ട് ഇല്ലെങ്കിൽ മലദ്വാരം അടുത്തുനിന്ന് ബ്ലഡ് വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് സാധാരണയായിട്ട് ബ്ലഡ് മലം പോകുന്ന സമയത്ത് കാണാറുള്ളത് ഇതില്ലാതെ തന്നെ പോളിപ്സ് എന്ന് പറയാറുണ്ട് ഇല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഉൾഭാഗത്തിൽ ദശവളർച്ച ഉണ്ടാകാം അൾസർ ഉണ്ടാകാം മുറിവുണ്ടാകാം ഇല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകാം സോ ഈ കാര്യങ്ങളെല്ലാം ഒരേ സിംറ്റം എന്ന് വെച്ചാൽ ഒരേ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതെന്ന് വെച്ചാൽ മലദ്വാരം കൊണ്ട് ഒരു ബ്ലഡ് മാത്രം പോകുന്ന രീതിയിലായിട്ടുണ്ടാകാം ചില സമയത്ത് നേരത്തെ വന്ന് സ്വന്തമായിട്ട് തന്നെ കുറഞ്ഞ് നിൽക്കാം പക്ഷേ അതൊരു വലിയ അസുഖമായിട്ട് മാറാനായിട്ട് മുമ്പാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നേരത്തെ കണ്ടുപിടിക്കേണ്ടത് സോ ആ രീതിയിൽ ബ്ലഡ് പോകുന്ന സമയത്ത് ഇത് പൈൽസ് മാത്രമാണ് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത് അതിൻ്റെ അസുഖം എന്നതാണ് ഒരു മെഡിക്കൽ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ആദ്യം എക്സാമിൻ ചെയ്യുക എക്സാമിൻ ചെയ്തിട്ട് അസുഖം എന്നതാണ് കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാം പിന്നെ നമ്മളിപ്പോൾ കൂടുതൽ കേൾക്കാറുള്ളത് ലേസർ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണോ ചെയ്താലേ എത്രമാത്രം വ്യത്യാസമുണ്ട് സാധാരണ ഓപ്പറേഷനേക്കാളും എത്രമാത്രം ഗുണമുണ്ട കാര്യങ്ങളാണ് നമുക്ക് അടുത്തറിയേണ്ടത് സാധാരണ റെഗുലർ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ ആ ദശ വളർച്ച ഉള്ളത് മാറ്റി സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങനെ മുറിവായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ അതിനുള്ളിലോട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് ചെറുതാക്കാറുണ്ട് സ്റ്റേജ് അനുസരിച്ചിട്ട് സോ പൈൽസിൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റായിട്ട് രാജ്യയിലുള്ള ലേറ്റസ്റ്റായിട്ട് ഫൈബറാണ് ലേസർ ഫൈബർ ആ ലേസർ ഫൈബർ കറക്റ്റായിട്ട് ആ പൈൽസ് ഉള്ളിലോട്ട് കയറ്റി ആ ഉള്ളിലോട്ടുള്ളത് ലേസർ ഫൈബർ കൊണ്ട് ചെറുതാക്കാനുണ്ട് ആ ചെറുതാക്കുന്ന സമയത്ത് പേഷ്യൻറ്റിക്ക് വേദന അത്യാവശ്യം കുറവുണ്ടാകും അതുപോലെ തന്നെ മുറിവായിട്ടൊന്നും കാണില്ല ബ്ലീഡിങ് അളവ് കുറവുണ്ടാകും അതുപോലെ തന്നെ വീണ്ടും വരാൻ ചാൻസ് കുറയും സാധാരണ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു കാര്യം പൈൽസ് സർജറി ചെയ്താൽ വീണ്ടും ഉണ്ടാകുവാണ് അപ്പോൾ ഒരേ ഒരു ഉത്തരമാണ് പൈൽസ് എന്ന് പറഞ്ഞാൽ ദശ വളർച്ച വീർത്തിരിക്കുന്ന ഏത് ബ്ലഡ് വെസൽസ് മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മൊത്തം ബ്ലഡ് വെസൽസ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൊണ്ടാകാനായിട്ട് ബ്ലഡ് വെസൽസ് ഉണ്ടാകില്ല ചൊരനരമ്പുകൾ ഉണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് പൈൽസ് ഏത് അസുഖവും കണ്ട സമയത്തുണ്ടോ അത് മാത്രമായിരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പിന്നെ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മളുടെ ഭക്ഷണ രീതി ആയിരിക്കും ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അത് മാറ്റങ്ങൾ കൊണ്ടുവരണം ഓക്കെ സോ അതുപോലെ തന്നെ ഫിഷർ ആയാലും ഫിഷർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മലദ്വാരത്ത് പൊട്ടലുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ലേസർ മൂലമായിട്ട് ഒരു മൂർഖമായിട്ട് ഒരു മസിൽ ഉണ്ടാകും ഇന്റർണൽ ആനൽ സ്ഫിങ്ക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു മസിൽ ഇത് നമ്മളെ സ്വാധീനത്തിൽ ഇല്ലാത്ത ഒരു മസിലാണ് മലദ്വാരത്ത് മസിൽസ് ഉണ്ടെങ്കിൽ നമ്മളെ സ്വാധീനമുള്ള മസിൽസ് ഉണ്ട് സ്വാധീനമില്ലാത്ത മസിൽസ് ഉണ്ട് അപ്പോൾ ഇന്റർണൽ ആനൽ സ്ഫിങ്ക്ടർ ആണ് നമ്മളെ സ്വാധീനത്തിൽ ഇല്ലാത്ത ഒരു മസിൽ അപ്പോൾ ഈ മസിൽ മലം പോകുന്ന സമയത്ത് ടൈറ്റായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് മലദ്വാരത്ത് പൊട്ടലുണ്ടാകുന്നത് സോ ലേസർ സർജറി ചെയ്യുന്ന സമയത്ത് ആ പ്രശ്നമുള്ള മസിൽ മാത്രം നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻസ് ആയാലും ഒരു മലദ്വാരത്തിൻ്റെ ഒരു വേദന ആയാലും നന്നായിട്ട് മാറ്റങ്ങളുണ്ടാകും അതുപോലെ തന്നെ മലബന്ധം ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ മലം ടൈറ്റാകാതെ പോകാതിരിക്കുന്ന സംശയങ്ങൾ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞുകൊണ്ട് വരും പിന്നെ കൂടുതൽ ആൾക്കാർക്ക് പേടിക്കുന്ന മലദ്വാരത്ത് സർജറി എന്ന് പറഞ്ഞാൽ മലം കൺട്രോളായിട്ട് പോവുമോ ഇല്ലെങ്കിൽ മലദ്വാരത്തിന് ലൂസായിട്ട് നിൽക്കുമോ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാകും ലേസർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല കാരണം വെച്ചാൽ പ്രത്യേകമായിട്ട് ഏത് പ്രശ്നമുണ്ടോ അവിടെ മാത്രമാണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അതുപോലെ തന്നെ കൂടുതൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ള ഒരു മലദ്വാരം അല്ലെ തൊട്ടടുത്തുള്ള അസുഖം എന്ന് പറഞ്ഞാൽ പൈലോനൈഡൽ സൈനസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം ഇരിക്കുന്നതോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ മലദ്വാരത്ത് ബട്ടക്സിൻ്റെ നടുക്ക് ഉൾഭാഗത്തിലെ മുടി കയറാൻ നോക്കും കയറി പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയ മുറി വന്നത് അതുപോലെ പഴുക്കാൻ സാധ്യത ഉണ്ടാകും അങ്ങനെ ബട്ടക്സിന് നടുക്കും
മുറിവായിട്ട് പൊട്ടലായിട്ടോ അല്ലെങ്കിൽ വെള്ളം പോലെ വരുന്നുണ്ടെങ്കിൽ അത് പൈലോനൈഡൽ സൈനസ് എന്ന് പറയും. കൂടുതൽ ഈ ലോക്ക്ഡൗണിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന അളവ് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അസുഖങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സോ അങ്ങനെ അസുഖങ്ങൾ പോലും ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടാകും. സോ ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരാൻ കാരണം ലേസർ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, അല്ലെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ആണ്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഏത് ട്രീറ്റ്മെൻറ്റ് ഏത് പേഷ്യൻറ്റിക്ക് ചെയ്യണോ അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്താലേ ഉള്ളൂ അതിന് സക്സസ് 100% കിട്ടുള്ളൂ. സോ അതുകൊണ്ട് ലേസർ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഏത് പേഷ്യൻറ്റിക്ക് ഏത് അസുഖത്ത് കറക്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സക്സസ് റേറ്റ് ആയാലും പിന്നെ അതുപോലെ തന്നെ ലൈഫ് ആയാലും നന്നായിട്ട് പോവുള്ളൂ. താങ്ക് യു.